ഇതിൽ ഷഗ്രി വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കർഷകനും മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ പൊതുപ്രവർത്തകനുമായ കാരിക്കുട്ടിയാറിൻ്റെ കൃഷിയിടത്തിലേക്ക് വന്നത്. അവർ കുറേ വാഴകളൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട് അവർ കുറച്ച് 6-ാം മാസം പണ്ടത്തെ നാടൻ കൊമ്പ് കണ്ട് 6-ാം മാസം കൊമ്പ് കഴിഞ്ഞാൽ പിന്നെ മായ ഇനത്തിൽപ്പെട്ട ഒരു കൊമ്പാണ്. നല്ല അടിപൊളി കിഴങ്ങാണ്, നല്ല ടേസ്റ്റുള്ള കിഴങ്ങ്. അപ്പോൾ അതിൻ്റെ വിവരങ്ങളൊന്ന് കാരിക്കുട്ടിയാറോട് ചോദിക്കും. കാരിക്കുട്ടിയുടെ ഇത് ഏതൊക്കെ ഇനം പൂളയാണ്? ഇത് പുതിയൊരു ഇനം കഴിഞ്ഞ കൊല്ലം മതി വന്നതാണ് മായ. അത് സർക്കാരിന്റെ അല്ലല്ലേ, പ്രൈവറ്റ് ആയിട്ട് ഒന്ന് കൊണ്ടുവന്നതാണ്. അപ്പൊ അതിന്റെ പേര് കേട്ടപ്പോ കൊണ്ടുവന്നതാണ്. ഇതൊക്കെ നല്ല ഞാൻ ഉണ്ടാക്കിയ ഒരു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ കിഴങ്ങിന്റെ അതിന്റെ ഗുണം കൊണ്ടാണ് വീണ്ടും അത് ഉണ്ടാക്കാൻ തോന്നിയത്. അത് അതിന്റെ പണിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പൂളാന്റെ പണി എന്ന് പറഞ്ഞാൽ 2 പണിയേ ഉള്ളൂ. വളമിടലും മണ്ണിടലും അത്ര തന്നെ പണിയുള്ളൂ. പിന്നെ നഷ്ടം വന്നാൽ നമുക്ക് ഇത്ര നഷ്ടം വരുന്നുണ്ട്, അതായത് കണക്കുണ്ട്. പണി നഷ്ടമില്ല. പണി നമ്മള് എല്ലാ ദിവസവും 2 ഏരെങ്കിലും ഉണ്ടാക്കി അത് കുഴിച്ചിട്ടിട്ട് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടാക്കുന്നുണ്ട്. എന്നൊരു വരുമാനമാണ്, എന്നും ഒരു വരുമാനമാവും. 6 മാസം കഴിയണം. 6 മാസം കഴിയണം. പന്നിശല്യം തരണ്ട. പന്നിശല്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പന്നിശല്യം കൊണ്ടാണ് ഇപ്പൊ ഇവിടെ പന്നിശല്യത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ സർക്കാർ പഞ്ചായത്തിൽ പല ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൊമ്പം ഈ മുള്ളംപന്നിയാണ്, മുള്ളംപന്നീന്റെ ശല്യം. ഇടയ്ക്കിടയ്ക്ക് വന്ന് മാന്ത, ആള് രാത്രിയാണ് വരിക, അത് നശിപ്പിക്കുക. കുറെ മരടുകൾ കണ്ടമാനം കിഴങ്ങ് നഷ്ടപ്പെട്ടു പോയി. അപ്പം പൂളയ്ക്ക് നല്ല ഡിമാൻഡാണ് പൂളയ്ക്ക്. ഒരു കർഷകനെ അപേക്ഷിച്ചിട്ട് ഈ ഇതൊക്കെ നഷ്ടപ്പെടാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കയ്യിലായ പൈസയില്ലേ പോണത്. ഇതിപ്പോ എത്ര മരട് പൂളങ്ങൾ വെച്ചാണ്? ഇതൊരു 5000-ഓളം മരടുണ്ടാവും. 5000-ഓളം മരടില്ല. ഇത് നിങ്ങൾക്ക് പഞ്ചായത്തിനോ കൃഷിഭവനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ആനുകൂല്യം മേടിച്ചിട്ടില്ല. പ്രതീക്ഷിക്കുന്നുണ്ട്, എന്തെങ്കിലും കിട്ടുന്നുള്ള പ്രതീക്ഷയുണ്ട്. ഓഫീസർ നല്ല ഓഫീസറാട്ടോ. കർഷകർക്ക് എന്തെങ്കിലും തരണം എന്നുള്ള ചിന്താഗതി. ഓഫീസർ കുഴപ്പമില്ല. കൃഷിക്കാരനെ പിന്നെ എന്തെങ്കിലും സഹായിക്കാൻ താല്പര്യമുള്ള കൃഷി ഓഫീസറാണ്. അതുമല്ല കൃഷി അസിസ്റ്റന്റ് അതിനേക്കാളും ഉഷാറാണ്. ഇവിടെ വന്ന് നമ്മളെ വീട്ടിലൊക്കെ വന്ന് പോയതാ. അപ്പൊ മറ്റേ ഏതായാലും കൃഷിക്കാരന് പ്രോത്സാഹനം തരത്തക്ക ഡോക്ടർ പിന്നെ നമ്മളെ കൃഷി ഉദ്യോഗസ്ഥന്മാരാണ്. ശരിക്കും കർഷകരുടെ ഡോക്ടറാണ് കൃഷി ഓഫീസർ. അതെ. നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അവരോട് പറയണം. നമ്മളിതാ വാഴ, പൂള, പിന്നെ പയറ്. സ്റ്റാർട്ടിങ്ങിൽ എന്തൊക്കെ വളമിട്ട് ഫസ്റ്റ് തൊട്ട് കാര്യമായിട്ട് പിന്നെ ജൈവവളം ഉപയോഗിക്കുന്നത് കോഴിക്കാട്ടവും പിന്നെ കുറച്ച് പിന്നെ ഇത് രാസവളം ഉപയോഗിക്കും. അത്രേ ഇതിന് പ്രധാനപ്പെട്ട ചില്ലുള്ളൂ. ഇനി ഒരു ലാസ്റ്റിൽ എന്തെങ്കിലും ഒരു ചില്ലറ വളം കൂടി ഇട്ട് കൊടുത്താൽ ഈ കൊല്ലത്തെ അതിന്റെ പണി കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഇടയിൽ പ്രകൃതിക്ഷോഭം വന്നാൽ വാഴയൊക്കെ പോയ മാതിരി തന്നെ പൂളയ്ക്കും പ്രകൃതിക്ഷോഭം വരും. അതൊക്കെ പ്രകൃതിക്ഷോഭം കൊണ്ട് അങ്ങനെ വരില്ല. ഈ പന്നിശല്യം ഏറ്റവും വലിയ പന്നിശല്യമല്ല, പ്രകൃതിക്ഷോഭം. ഇപ്പം ഇത് കാറ്റിന് മറിഞ്ഞു വീഴുന്ന പരിപാടി ഉണ്ട്. കാറ്റിന് മറിഞ്ഞു പിന്നെ പൂള കിഴങ്ങുണ്ടാവില്ല. അപ്പൊ നമ്മളിതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഇതൊക്കെ നടക്കണത്. ഇതിപ്പോ 3 മാസം മുതൽ 2 മാസം 3 മാസം 4 മാസം വരെയുള്ള കൊമ്പുകളുണ്ട്. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് സമയം. ഇതൊക്കെ പറഞ്ഞാല് ഇവിടെ കൃഷി ചെയ്യണത് കണ്ടിട്ട് മറ്റുള്ളവരും കൃഷിയിലേക്ക് വരട്ടെ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. നമ്മള് കൃഷി ഉണ്ടാക്കിയാൽ പൈസ കിട്ടൂലെന്നല്ല, പക്ഷെ ഭയങ്കര മെനക്കെടും. നമ്മളെ പണിക്കൂലിയുമ്പോ കിട്ടും. അതെ. അതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കണ്ട. പ്രകൃതിക്ഷോഭം ഒന്നും വന്നിട്ടില്ലെങ്കിൽ പ്രകൃതിക്ഷോഭം വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിലൊക്കെ ഗുണം കിട്ടും. ഒരു 500 രൂപ പൂള ഇട്ടാലും ഇപ്പൊ ഉച്ചക്ക് പണിയുടെ കൂലിയല്ല. വിൽക്കാൻ അതിന് അതായി കിട്ടണ്ടേ, ആവുന്നേരം നമ്മള്. ഇനി നിങ്ങള് പയറാണല്ലേ? പയറുണ്ട്, അതില് വെണ്ട ഉണ്ടായിരുന്നു. വെണ്ടയൊക്കെ പയറിന്റെ ഉള്ളിൽ പെട്ടു. പയർ അങ്ങനെ കായ്ക്കില്ല. പയർ കായ്ച്ചിരുന്നു, നല്ലോണം കായ്ച്ചു. 5-8 കിലോ ഒക്കെ പറിച്ചിനി. ഇപ്പൊ കുറച്ച് കുറവാ. രസമായിണ്ടല്ലേ? ഒരു കർഷകനൊരു സന്തോഷം കൂടിയാണ്, മനസ്സിനൊരു സന്തോഷം. ഇത് കൃഷി കാണുമ്പം ഇപ്പൊ ഈ പുതിയതായിട്ട് മഞ്ഞൾ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പണിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിപ്പോ 3 മാസമായിട്ടുണ്ട്. 3 മാസം ആയിട്ടില്ല, 2.5-3 മാസത്തിന്റെ ഉള്ളിലായിട്ടുള്ളൂ. ഇത് ശരിക്കും എന്ത് ചെയ്യാൻ വെച്ചാൽ ഈ 3 തെഴുവൊന്നും ഇവിടെ പൂവൊക്കെ വരാൻ പാടില്ല. വളമാണ് വലിച്ചു പോകുക. അധികം കൊമ്പ് 2 തെമ്പ് നിർത്തി ബാക്കിയുള്ള കട്ട് ചെയ്ത് പോകണം. ഒന്നാണെങ്കിൽ അത്രയും ബെറ്റർ ആണ്. അങ്ങനെയാണ് നമ്മള്
ഞാൻ 8ാം മാസം പൂളെ വെച്ചിട്ടാ. അത് ശരി. മറ്റേ അതിന്റെ പേരെന്താ വെച്ചാല് ആമക്കാലൻ പൂളാന്നാണ്. ആ ആമക്കാലൻ നല്ല കായ്ക്കണ പൂളയാണ്, നല്ല ടേസ്റ്റാണ്. അത് ഭയങ്കര വണ്ണത്ത് പോണ സാധനം. അപ്പോൾ ഇനി അടുത്ത കൃഷി ഇപ്പൊ എന്താണുള്ളത്? നമ്മളെ കൃഷി പയറില്ല. പയറ് വിത്ത് പയറ് പിന്നെ നമ്മള് മാർക്കറ്റിൽ ചന്തയിൽ വീണ് വെച്ചാണ്. അല്ലേ? ആ 5-10 കിലോ ഒക്കെ പറിച്ചിരുന്നു. ഇപ്പൊ കുറഞ്ഞതാ. പയറിന് എങ്ങനെ വില ഉണ്ടോ? പയറിന് 45-50 റുപ്യ 50 റുപ്യ നമുക്ക് ഇവിടെ കിട്ടും. പക്ഷെ പീഡക്കാർക്ക് കൊടുത്താൽ 45 റുപ്യ കിട്ടും. 50 രൂപ കിട്ടിയാൽ മതി. കിട്ടിയ പയറ് നല്ല ഉണ്ടാവും. കണക്ക് കൂട്ടാത്ത പയറുണ്ടാവും. നമ്മളൊരു 4 കിലോ ഉണ്ടോ എന്ന് പറഞ്ഞാൽ പറിക്കുമ്പോ 6 കിലോ 8 കിലോ നല്ല വെയിറ്റ് വരണ്ടല്ലേ? ഇത് പേരറിയില്ലല്ലേ? വിത്തിന്റെ പേര് അറിയില്ല. നീ പച്ചയാണ്. പച്ച നല്ല വെയിറ്റ് ഉള്ള പയറാ. ഇത് വെണ്ടക്ക ഒന്ന് പറിച്ചതേ. വെണ്ടക്ക ഞാൻ തന്നൊരു വിത്തിട്ടല്ലോ, അതൊക്കെയാണ്. അതാണിത്. നല്ല കായ്ക്കണ്ട? അത് കായ്ക്കണ്ട്. പക്ഷെ ഇതിന് ഇടയപ്പെട്ടോണ്ട് ഗുണം കുറവാ. ഈ പയറിന് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഈ പ്രാണി ചാഴിയില്ല. ഈ പ്രാണി ഇതൊക്കെ വന്നിരിക്കേണ്ട പ്രാണി ഇരിക്കേണ്ടത്. ആ പ്രാണി വന്നിരുന്നാല് ഈ നീര് ഈറ്റ് കുടിച്ചാൽ പിന്നെ പയറുണ്ടാവില്ല. അത് ഭയങ്കര അപകടകാരി സാധനമാണ്. ഇത് കൃഷി ഉണ്ടാക്കണവർക്ക് അതിനെപ്പറ്റി അറിയുള്ളൂ. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വെണ്ടയ്ക്കല്ലേ? വെണ്ടയ്ക്ക് എത്ര മാസം വരെ വിളവ് കിട്ടും? വെണ്ടയ്ക്ക് 5 മാസം വരെ കിട്ടൂല. വെണ്ടയ്ക്കൊക്കെ ഏറ്റവും നല്ല കൃഷി വെണ്ടയല്ലേ? ഞാനിപ്പോ 100 വല്ലാതെ കീടങ്ങളുടെ ഉപദ്രവവും ഇല്ല. ഞാനിപ്പോ 100 മരം വെക്കണമെന്നുണ്ട്. എനിക്ക് വെക്കണം. ഞാൻ ഇമ്രാന്റെ ഉള്ളിൽ ഇനി പയറാക്കാം. മറ്റേ ചെടി വേണ്ടെന്ന് വെച്ച് പൂവ് ഒഴിവാക്കിയിട്ട് വെണ്ടയാക്കാന്ന് വെച്ചിരിക്കാം. പൂവ് പിന്നെ എന്ന് പറഞ്ഞാല് പൂവുകൊണ്ട് വലിയ പ്രശ്നമാണ്. മാർക്കറ്റ് പ്രശ്നമാണ്. അതുമല്ല ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് ആളില്ല. അതിന്റെ പൈസ കൊണ്ട് നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും കൃഷി ഉണ്ടാക്കിയാൽ വേറെ പൈസ. പക്ഷെ പൂ കാണാനൊരു ഭംഗിയല്ലേ? കാണാൻ ഈ സീസണിൽ നല്ല ഭംഗിയാണ്. എനിക്ക് നിങ്ങളെ പൂളായിട്ട് ഇഷ്ടപ്പെട്ടെ. നല്ല ഭംഗിയില് ഇനിയിപ്പോ 4 മാസം കൂടെ നമുക്ക് പോറ്റണം അതില്ലേ? ഇനി ഒരു 4 മാസം 3 മാസം 4 മാസം 2 തരം. ഇംഗ്ലീഷ് കുറച്ചൊക്കെ ഇട്ട് കൊടുക്കണം. കുറച്ച് ഇടാണ്ട് നമുക്ക് പൂള ഉണ്ടാവില്ല. അതെ, മഴ പോയിട്ട് മറ്റേന്താന്നറിയോ ഒന്നായിട്ട് ഇതായി പോവും. പൊട്ടാഷ്യം യൂറിയയും കൂടിയാണ് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിനെ. യൂറിയ ഒക്കെ ഇട്ടാ വല്ലാതാണ്ട് തേത്താളും. ഈ ചരിഞ്ഞത് തന്നെ പൂളക്ക് കേടാ. കാറ്റിന് ചരിഞ്ഞതേ. ഇതിന്റെ ഈ പൂളാന്റെ പേരെന്താണ്? ഈ പൂളാന്റെ പച്ച ഇതാണ് മായ അല്ലേ? പിന്നെ മറ്റുള്ളതാ? മറ്റേത് വേറൊരു തരം മഞ്ഞ. അല്ല ചോപ്പ് തണ്ടുള്ളൂ. ഇതാ നല്ല കായ നല്ല കിഴങ്ങുണ്ടാണ് സാധനം. ഇതിന്റെ ഒരു 10 കൊമ്പ് കയറണം. 4 കൊമ്പ് കിട്ടിയാൽ ഇത് പൂർവികമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന. നല്ല ടേസ്റ്റാ. ടേസ്റ്റ് നല്ല ടേസ്റ്റ്. നല്ല ഷുഗറുകാർക്ക് പറ്റൂലാണല്ലോ. ഷുഗറുകാര് ആര് ഷുഗർ നോക്കണം? നമ്മളൊക്കെ തിന്നലുണ്ട്. പിന്നെ കർഷകർക്ക് എന്തെങ്കിലും പുതിയ വരുന്ന കർഷകർക്ക് എന്തെങ്കിലും ഒരു ഇത് പറയണ്ട? പൊതുപ്രവർത്തനം കൂടിയാണല്ലോ. പൊതുപ്രവർത്തനം കർഷകനെ സഹായിക്കുക. ഏത് വിധേന മറ്റെന്ത് നഷ്ടപ്പെട്ട് കൊടുക്കുക, ഏത് മേഖലയ്ക്ക് കൊടുക്കുന്നതിനെക്കാട്ടും ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് കർഷകർക്കാണ്. കാരണം അവരാണ് മണ്ണിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഇത് മാർക്കറ്റിൽ എത്തുന്നത്. അപ്പം നമ്മൾ പ്രകൃതിക്ഷോഭത്തിനെല്ലാം നേരിട്ടുകൊണ്ട് നമ്മളിതിനെ ഇത് ലാഭം കിട്ടാൻ വേണ്ടി മാത്രമല്ല, ഇത് മനസ്സിനൊരു സന്തോഷവും ആരോഗ്യത്തിനൊരു 10 ആൾക്കാർ കൃഷിയിലേക്ക് വരട്ടെ. അങ്ങനെ അതാണ് നമ്മളെ. പിന്നെ ഈ പോസ്റ്റ് കണ്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.